വർത്തമാനകാല സാഹചര്യത്തിൽ നമ്മുടെ രംഗത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അല്ലാഹു ഇത്രയും വേഗം അത് തീർക്കാനുള്ള അവസരം നമ്മുടെ ബഹുമാന്യരായ നേതാക്കന്മാർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷേ ഈ അവസരം വിതഴി പ്രസ്ഥാനങ്ങൾ നന്നായി മുതലെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇത് ഉപയോഗപ്പെടുത്താൻ അവസരമല്ല. കാരണം അവർ തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുക. ജമാഅത്തെ ഇസ്ലാമി അവർ വലിയ കുതന്ത്രശാലികളാണ്. അവരാദ്യമേ വെഞ്ചതിൽ പോലെ എന്നാണ് ബഹുമാന്യ നാട്ടിക മുസ്ലിംസ്കാർ പറയാറുള്ളത്. നവറല്ലാഹു മർക്കദഹു, അദ്ദേഹത്തിൻ്റെ ഖബറല്ലാഹു വിശാലമായി കൊടുക്കുമാറാകട്ടെ. വളരെ തന്ത്രപരമായി മുസ്ലിം സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആ വിഭാഗം നിർത്തിയോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അബ്ദുൽ ഹമീദ് അമ്പലക്കടവ് എന്ന് പറയുന്ന ഈ മുസ്ലിയാർ പറയുന്നത് മുസ്ലിം സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആരെപ്പത് മാറ്റി നിർത്തിയത്? അങ്ങനെ മാറ്റി നിർത്താൻ നിങ്ങളൊക്കെ ആരുവാ അല്ലേ? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, അവർക്കും അവരുടേതായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട് ഇവിടെ പ്രവർത്തിക്കുവാൻ. അവരും ഖുർആനും സുന്നത്തും അടിസ്ഥാനമാക്കി തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടിയിട്ട് ഇവിടെ വാദിക്കുകയൊന്നുമല്ല. ഇസ്ലാമിൽ നിന്ന് അവർ പുറത്താണ് എന്ന് പറയാൻ അമീദ് ഫൈസി അമ്പലക്കടവ് ആരാ അല്ലേ? അത് ചോദിക്കേണ്ടതുണ്ട്. പിന്നെ ഇയാൾക്ക് ഇപ്പോൾ ഈ കുരുപൊട്ടിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ നിങ്ങൾക്ക്? മുനവർ അലി ശിഹാബ് തങ്ങളും അതുപോലെ തന്നെ ET മുഹമ്മദ് ബഷീറും സാഹിബ്, അവർ രണ്ടുപേരും ഇവരുടെ സക്കാത്ത് സംരംഭത്തിന് എന്തോ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഈ കുരുപൊട്ടി ഒലിക്കലിൻ്റെ കാരണം എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമി പരിപാടിയുടെ പ്രചാരകരായി മുസ്ലിം ലീഗ് നേതാക്കൾ. കണ്ണൂരിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ബൈത്തു സക്കാത്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന ET മുഹമ്മദ് ബഷീറാണ് ലോഗോ പ്രകാശനം ചെയ്തത് പാണക്കാട് മുനവറലി തങ്ങൾ. ജമാഅത്തെ ഇസ്ലാമി ഈ ബൈത്തു സക്കാത്ത് എന്ന സംവിധാനവുമായിട്ട് വളരെ വർഷങ്ങളായി ഇതുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ കുറെ കാലമായിട്ട് തന്നെ ഈ ബൈത്തു സക്കാത്തിനെതിരെ, അതായത് സംഘടിത സക്കാത്ത് എന്നാണ് ഇതിനുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഒരു പ്രദേശത്ത് ആളുകൾക്ക് വേണ്ടിയിട്ട്, അവിടുത്തെ പാവപ്പെട്ടവർക്കും അതുപോലെ തന്നെ ഇത്തരത്തിൽ നിരാലംബരായ ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ ചേർന്ന് പണം സമാഹരിച്ച് അവരിലേക്ക് ആവശ്യമായ സാധ്യതകൾ, ആവശ്യമായവ എത്തിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിനെ എല്ലാ കാലത്തും എതിർക്കുന്നവരാണ് ഇരുവിഭാഗം സമസ്തക്കാരും. പക്ഷേ ഇപ്പോൾ മുൻപൊന്നുമില്ലാത്ത വിധം പാണക്കാട് കുടുംബാംഗമായ മുനവറലി തങ്ങൾ, അതുപോലെ തന്നെ ലീഗ് നേതാവായിട്ടുള്ള ET മുഹമ്മദ് ബഷീർ MP ഒക്കെ ഇതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുന്നു, ഇവരുടെ വേദികളിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം. ലീഗിനെതിരെ പരമാവധി മുസഫൽ ഫൈസി ഈ സമസ്തയുടെ മുഷാവറ അംഗമൊക്കെയാണല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഇതിൻ്റെ ബാക്കിൽ വരുന്നുണ്ട്. ലീഗിനെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്ത് സെല്ലിനെതിരെയോ അല്ലെങ്കിൽ അവരുടെ സക്കാത്ത് കളക്ഷന് ഒക്കെ എതിരായിക്കൊണ്ട് പറയുന്ന ഇദ്ദേഹം പൊതുമുതൽ പറ്റിച്ചുകൊണ്ട് അല്ലേ, കരുവാരക്കുണ്ട് ഏതോ ഒരു സ്കൂളിൻ്റെ ഒരു വിഷയമൊക്കെ ഉണ്ടല്ലോ, എന്തായാലും അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പോൾ മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ അവനാന് അതിലേക്കും വലിയ മോശമാണെന്നുള്ള കാര്യം മറക്കരുതേ. അമ്പലക്കടവ് ഫൈസിയെ എന്നുള്ളത് പറയുന്നുണ്ട്. പറയും പൊതു പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന് വളരെ വിദഗ്ധമായി അവരുടെ അജണ്ടകൾ ഒന്നൊന്നായി നടപ്പാക്കിക്കൊണ്ട് മുസ്ലിം സമൂഹത്തിൻ്റെ അംഗീകാരം നേടിയെടുക്കാനും അവരുടെ പദ്ധതികൾ വിജയകരമായി നടപ്പാക്കാനുള്ള നിഗൂഢമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിൻ്റെ സക്കാത്ത് ഫണ്ട് ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? ആരെങ്കിലും അതിലേക്ക് സക്കാത്ത് കൊടുക്കാറുണ്ടോ? അങ്ങനെ വിഷയമേ നമ്മൾ അറിയില്ലല്ലോ. അത് നിങ്ങളറിയാത്തത് നിങ്ങളിലേക്ക് അവർ വരുന്നുണ്ടാവില്ല. അവർ ഹലാലായ മുതലായിരിക്കും സ്വരൂപിക്കുന്നത്, സക്കാത്താണല്ലോ. അപ്പോൾ ഹലാലായ മുതൽ വേണമായിരിക്കും. അവരുടെ കൂട്ടത്തിൽ നിന്ന് സക്കാത്ത് സ്വരൂപിക്കുകയും അത് അർഹരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ പ്രശ്നം എന്താണ് അത് പറയും. ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്ത് ഫണ്ട്, ബൈത്തു സക്കാത്ത് മലയാളികൾക്ക് മൊത്തം അറിയുന്ന വിധം ചാനലുകളിലും മറ്റ് മീഡിയകളിലും മൊത്തം വാർത്തയായി വളരെ പ്രമുഖരായ ആളുകളാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മമൊക്കെ നിർവഹിച്ചുകൊണ്ട് ജനാംഗീകാരം നേടിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതാണ് പ്രശ്നം. മുനവറലിൽ തങ്ങളും ET മുഹമ്മദ് ബഷീർ സാഹിബൊക്കെ ഇത് ഉദ്ഘാടനത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഇവർക്ക് നൊന്തു. കാര്യം എന്താ? ഇനി ആ ഇറങ്ങിയവരുടെ ഭാഗത്ത് നിന്നുള്ള ഏതെങ്കിലും ചില്ലർ എന്തെങ്കിലും അതിലേക്ക് പോയാലോ എന്നുള്ള പേടിയാണേ. പോണത് പോട്ടെ മൗലിയരെ, നിങ്ങൾക്ക് കിട്ടിയത് കൊണ്ട് നിങ്ങൾ ജീവിക്കുകയും അല്ലേ? നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ സക്കാത്തിൻ്റെ ഒക്കെ മുതൽ വരുമ്പോൾ അതുമക്ക് വല്ലാതെ നിങ്ങൾ ഇറങ്ങി തിരിച്ചുകൊണ്ടിരിക്കുന്നത്. പറയും. യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തിൽ ഒരു ബോധമുണ്ടാക്കി തീർക്കുക, ഒരു വിചാരമുണ്ടാക്കി തീർക്കുക. നമ്മുടെ സക്കാത്തിൻ്റെ ഫണ്ട് അവരെ ഏൽപ്പിച്ചാൽ അത് സുരക്ഷിതമായി അർഹിക്കുന്ന ആളുകളുടെ കയ്യിലെത്തുമെന്നൊരു വിശ്വാസം ഉണ്ടാക്കി തീർക്കുന്ന പ്രതീതി.
ഇതുവരെ ഏൽപ്പിച്ചത് എന്തെങ്കിലും എത്തിയിട്ടില്ലെങ്കിൽ അതല്ലേ നമ്മൾ നോക്കേണ്ടത് അല്ലേ? അങ്ങനെ എന്തെങ്കിലും അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ ശ്രദ്ധയിലുണ്ടെങ്കിൽ അത് പറയൂ. നിങ്ങൾ വെറുതെ ആരോപിച്ചും കൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയും വ്യവസ്ഥയും ഇല്ലാത്ത ഒരു സംസാരം സംസാരിച്ചുകൊണ്ട് പോവല്ലേ? പറയൂ. സഹോദരന്മാരെ, വളരെ ജാഗ്രത പാലിക്കണം. ഈ ആദർശ സമ്മേളനത്തിന്റെ ലക്ഷ്യം തന്നെ അതാണ്, ബിദ്അത്തിന്റെ ഗൗരവം നമ്മൾ കണക്കിലെടുക്കുക എന്നത്. എന്താ ആദർശമാണ് നിങ്ങൾക്കുള്ളത്? ബിദ്അത്തിനെ കുറിച്ച് പറയുവാൻ എന്താ അർഹതയാണ് നിങ്ങൾക്കുള്ളത്? പറയും. സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് 5 തൂണുകളാണ്. അതിൽ മൂന്നാമത്തെ തൂണാണ് സക്കാത്ത്. ഏറ്റവും പ്രധാനപ്പെട്ട 5 ഇബാദത്തുകളിൽ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് നിസ്കാരം. ഒരു ഇബാദത്താണ്. ആ നിസ്കാരം നമ്മൾ സൂക്ഷ്മമായി നിർവഹിക്കുന്ന സമയത്ത് 3 തവണ നമ്മൾ കയ്യൊന്ന് ഇളകിയാൽ നമ്മൾ നിസ്കാരം ബാത്തിലായി. അശ്രദ്ധമായി ഒന്നും അങ്ങനെ ചൊറിഞ്ഞാൽ മതി, നിസ്കാരം ബാത്തിലായി. കാരണം ഇബാദത്തിന്റെ നിബന്ധനകൾക്ക് വിഘ്നം വന്നു എന്നുള്ള പ്രശ്നം. ഇതേപോലെ അള്ളാഹുവിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ഇബാദത്താണ് സക്കാത്ത്. ആ സക്കാത്തിന്റെ ചിട്ടകളും നിയമങ്ങളും ആദാബുകളും പാലിച്ചുകൊണ്ട് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ സക്കാത്ത് വിഫലം, ആ ഇബാദത്ത് നമുക്ക് നഷ്ടപ്പെട്ടു. ആഖിറത്തിൽ ചില സമയത്ത് സക്കാത്തിന്റെ വിഷയത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഗൗരവതരമായ സാഹചര്യം നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഓക്കെ, സക്കാത്ത് ഇസ്ലാമിലെ 5 സ്തൂപങ്ങളിൽ ഒന്നാണത്, മൂന്നാമത്തതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അതിൽ എന്തെങ്കിലും ചെറിയ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ സക്കാത്ത് ബാത്തിലായി പോകുന്ന പറഞ്ഞ്. ഏതുപോലെ? നമസ്കാരത്തിൽ 3 പ്രാവശ്യം അനാവശ്യമായിക്കൊണ്ട് ഇളക്കം സംഭവിച്ചാൽ സംഭവിക്കുന്ന പോലെ. നിങ്ങൾ ഉദാഹരിച്ചത് സക്കാത്തിൻ്റെ ഉദാഹരണമായിക്കൊണ്ട് നിസ്കാരമാണ് പറഞ്ഞത്. നിസ്കാരത്തിൽ 14 ഫർളുകളുണ്ട്, അതിൽ ഏതെങ്കിലും നഷ്ടപ്പെട്ടാൽ എന്ന് പോലും അല്ല പറഞ്ഞത്. ഓക്കെ, അങ്ങനെയൊക്കെ മനസ്സിലാക്കാം. ഇനി ഞാനൊന്ന് പറയട്ടെ, ഈ സക്കാത്തും നിസ്കാരം അതിന് മുമ്പൊരു കർമ്മമുണ്ട്. എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അല്ലേ? ആ ഒരു കാര്യമുണ്ടല്ലോ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്നുള്ള ആ ഒരു കാര്യം. അതിൽ ഖിയാനത്ത് സംഭവിച്ചാൽ, അതിൽ കളങ്കം സംഭവിച്ചാൽ, അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാൽ അത് മാത്രമല്ല നിസ്കാരം, അതിന് പിന്നെ ഇളകേണ്ട ആവശ്യമൊന്നുമില്ല. അത് നിസ്കാരം മുഴുവൻ ബാത്തിലായി. സക്കാത്ത് നിങ്ങളെ മുഴുവൻ കൊടുത്താലും കാര്യമല്ല, സക്കാത്ത് മുഴുവൻ ബാത്തിലായി. നോമ്പ് അതും ബാത്തിലായി, ഹജ്ജും ബാത്തിലാവും. അപ്പോൾ ഷഹാദത്ത് എന്നുള്ള ആ ഒരു കാര്യം, ആ കർമ്മത്തിൻ്റെ 2 ഫർളുകളുണ്ട്. ഒന്ന് നഫിയാണ്, 2 ഇസ്ബാത്താണ്. ഒന്ന് നിരാകരണമാണ്, ഒന്ന് സ്ഥിരീകരണമാണ്. ഇതിൽ എവിടെയെങ്കിലും കളങ്കം സംഭവിച്ചിട്ടുണ്ടോ, ഖിയാനത്ത് സംഭവിച്ചിട്ടുണ്ടോ, നിങ്ങളിൽ കൈമോശം വന്നിട്ടുണ്ടോ എന്നുള്ളത് അത് ഈ ഉമ്മത്തിനെ ഇതുവരെ പഠിപ്പിച്ചിട്ടുമില്ല, നിങ്ങളതൊന്ന് പഠിക്കാൻ ശ്രമിച്ചിട്ടുമില്ല. നിങ്ങളിപ്പോൾ മറ്റുള്ളവരുടെ മുതൽ എന്നുള്ള ആ ഒരു കാര്യത്തേക്ക് ആദർശ സമ്മേളനത്തിൽ ആദർശമല്ലേ പറയണ്ടേ? ഈ ആദർശത്തിൽ നിന്നിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അതും ഇതും ഒക്കെ ഒന്ന് കമ്പയർ ചെയ്യണ്ടോ എന്നുള്ള ആ ഒരു ഇതിൽ തന്നെയാണ് പറയുന്നത്. സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. പറയും. ജനസമൂഹത്തിന് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. സത്യത്തിൽ സക്കാത്ത് എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്തിന്റെ നിശ്ചിത വിഹിതം അള്ളാഹു കൃത്യമായി ഖുർആനിൽ പറഞ്ഞ 8 വിഭാഗങ്ങൾക്ക് മാത്രം നൽകേണ്ടതാണ്. 9ാമത്തെ വിഭാഗത്തിന് കൊടുക്കാൻ പറ്റില്ല. ആ 8 വിഭാഗത്തിന് കൊടുക്കാൻ പറ്റും. ഏറ്റവും നല്ല പള്ളി ഉണ്ടാക്കാൻ സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. ഏറ്റവും നല്ലതാണ് യത്തീംഖാന കെട്ടിടം നിർമ്മിക്കാൻ സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. ഏറ്റവും നല്ലതാണ് പാവപ്പെട്ട ഒരു കിണർ കുഴിച്ചു കൊടുക്കാൻ സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. സക്കാത്ത് അള്ളാഹു കൃത്യമായി നിർണയിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഇന്നമസ് സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫിർ റിഖാബ് വൽ ഗാരിമീന വഫീ സബീലില്ലാഹ് വബിനിസ് സബീൽ ഫരീളതൻ മിനല്ലാഹ് വല്ലാഹു അലീമുൻ ഹകീം. സൂറത്ത് തൗബയിൽ 60-ാം സൂക്തത്തിൽ ആധികാരികമായും പ്രസ്പഷ്ടമായും അള്ളാഹു പറയുന്നു, നിശ്ചയം സക്കാത്ത് നൽകേണ്ടത് ദരിദ്രർക്കാണ്, സാധുക്കൾക്കാണ്. സക്കാത്ത് പിരിച്ചെടുക്കുന്ന ഇസ്ലാമിക് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന തൊഴിലാളികൾക്കാണ്, പുതുവിശ്വാസികൾക്കാണ്, കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്കാണ്, അടിമകളുടെ മോചനത്തിന് വേണ്ടിയാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന പടയാളികൾക്ക് വേണ്ടിയാണ്, യാത്രയിൽ വിഷമം അനുഭവിക്കുന്ന ആളുകൾക്കാണ്. ഫരീലത്തം മിനല്ലാഹ്, ഇത് അള്ളാഹു നിശ്ചയിച്ചാണ് 8 വിഭാഗം. അവർക്കേ സക്കാത്ത് പറ്റൂ. എന്താ അവർക്ക് മാത്രം നിശ്ചയിക്കാൻ? വല്ലാഹു അലീമുൽ ഹകീം, അള്ളാഹു സർവജ്ഞനാണ്, സർവതന്ത്രജ്ഞനാണ്. അള്ളാഹുവിന്റെ പിന്നിലുള്ള രഹസ്യങ്ങളൊക്കെ പടച്ച റബ്ബിനറിയാം. എന്നാൽ കേരളത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് മാത്രമാണ് ഈ നിയമം ചിട്ടയും കൃത്യമായി ഫിഖ്ഹിന്റെ കിതാബുകളുടെ വെളിച്ചത്തിൽ പാലിച്ചുകൊണ്ട് സക്കാത്ത് കാര്യക്ഷമമായി സൂക്ഷ്മമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്.
കാരണം നമ്മുടെ കിതാബുകളെ കൃത്യമായി മസല പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മതപണ്ഡിതന്മാർ അത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, അതനുസരിച്ച് ആളുകൾ നിർവഹിക്കുന്നുമുണ്ട്. എന്നാൽ സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള ആളുകൾ എല്ലാ വിഷയങ്ങളും വ്യതിയാനം വന്നതുപോലെ ഈ വിദഅ ചിന്തകൾ വന്ന ആളുകൾക്ക് ഇസ്ലാമിനെ വെട്ടിമുറിക്കാനും പരിഷ്കൃത നിയമങ്ങൾ കൊണ്ടുവരാനും ഇസ്ലാമിൽ ഭേദഗതി വരുത്താനും ചിലത് കൂട്ടിച്ചേർക്കാനും ചിലത് വെട്ടിമുറിക്കാനും യാതൊരു മടിയുമില്ലാത്ത നിർലജ്ജം ദീൻ വികൃതമാക്കിക്കൊണ്ടിരിക്കുന്ന വിഭാഗം എല്ലാവരും സക്കാത്തിൽ കൈവച്ചിട്ടുണ്ട്. ഇവിടെ ഇദ്ദേഹം ഇത് പറഞ്ഞു വേറെ കുറേ കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഇദ്ദേഹം പറയുന്നത് ഈ അഹ്ലുസുന്നയുടെ പുറത്തുള്ള എന്നാണ് പറഞ്ഞത്. ഈ അഹ്ലുസുന്നയുടെ പുറത്ത് ജമാഅത്തെ ഇസ്ലാമി എങ്ങനെ വന്നത് എന്നുള്ളത് ഇയാൾ പറയുന്നില്ല. ബിദഈ എന്നിട്ട് പറഞ്ഞു പോകുക എന്നല്ലാതെ എങ്ങനെയാണ് എന്ന് പറയുന്നില്ല. എന്നാൽ ഇവർ ബിദഅത്ത് ചെയ്യുന്നുണ്ട്. എന്താണ് ബിദഅത്ത് എന്നുള്ളത് വ്യക്തമായിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഇവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇവർ ഇജ്ജ് വഹാബി ആയതുകൊണ്ടാണെന്ന് പറയും. മാനാലഹി വല്യൗമ വസാബിഹി എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ സ്വഹാബത്തും നിലകൊണ്ട ആ ചര്യയിൽ നിലകൊള്ളുന്ന അവരാണ് ഫിർഖത്തുൻ നാജിയ, അവരാണ് അഹ്ലുസുന്ന എന്നുള്ളത് റസൂലുള്ള നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇല്ലാത്ത ബിദഅത്തുമായിട്ട് നടക്കുന്നത് ഈ അമ്പലക്കടവ് വൈസിൻ്റെ ഒക്കെ ആളുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിൻ്റെയും കാലത്തുള്ളതായിരുന്നു സക്കാത്ത് സല്ലൊക്കെ. സക്കാത്ത് അത് പിരിച്ചെടുക്കുകയും അർഹരിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഇതിനിടയ്ക്ക് ഒരു നിരോധിത പ്രസ്ഥാനത്തെയൊക്കെ ഇദ്ദേഹം ഇതിൽ മെൻഷൻ ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും പറയുവാനുള്ള ആ ഒരു യോഗ്യതയും അർഹതയും അമ്പലക്കടവ് ഫൈസിയെ താങ്കൾക്കില്ല എന്നുള്ളത് സ്വയമെങ്കിലും മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇന്ത്യയുടെ പല ഭാഗത്തുകൂടെ പല വില്ലേജുകൾ ഏറ്റെടുത്തുകൊണ്ട് അവിടെ നിർധനരായ ആളുകൾക്ക് വീടും ഭക്ഷണവും വിദ്യാഭ്യാസവും സംവിധാനിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങളെയൊക്കെ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പിരിച്ചെടുക്കുന്ന ഒരു ഹലാലെങ്കിലും ഹലാലായ രൂപത്തിൽ, ഒരു ഹലാല എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നയാ പൈസയെങ്കിലും ഹലാലായ രൂപത്തിൽ നിങ്ങൾ വിനിയോഗിക്കുന്നുണ്ട് എന്നുള്ളത് കാണിച്ചു തരാൻ കഴിയുമോ? പിന്നെ മറ്റൊന്നുള്ളത്, ഈ കരുവാരക്കുണ്ട് ഏതോ ഒരു സ്കൂളിൽ ഏതോ മകളെ അഡ്മിഷന് വേണ്ടിയിട്ടോ എന്തൊക്കെയോ കോടികളുടെ ഒരു വെട്ടിപ്പ് നടത്തിയിട്ട് ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തീരുമാനമാക്കിയിട്ട് പോരെ മറ്റുള്ളവരെ കുറ്റം പറയാൻ നടക്കല് അമ്പലക്കടവ് ഫൈസിയെ അല്ലേ? അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് താങ്കളെ ആ ഒരു ഇതിൽ കമൻ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ആ കമൻ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഈ ചെങ്ങായിക്ക് എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്ത് വിതരണത്തെക്കുറിച്ച് ഇത്രയ്ക്ക് സംശയം വരാൻ കാരണം? സത്യത്തിൽ മകളുടെ അനധികൃത ടീച്ചർ നിയമനവും കൂടാതെ ടിയും മുനവലി തങ്ങളും ജമാഅത്ത് സക്കാത്ത് പരിപാടിയിൽ പങ്കെടുത്തത് കൊണ്ടാവും. ഒരാൾ അതിൽ കമൻറ്റ് ചെയ്തിരിക്കുകയാണ്. ബഷീർ PKB എന്നുള്ള പേരിലാണ് ആ ഒരു കമൻറ്റ് വന്നിട്ടുള്ളത്. ഇനി അടുത്ത കമൻറ്റ് കേട്ടോളി. താങ്കൾ പറഞ്ഞത് പ്രകാരം ജമാഅത്ത് അംഗങ്ങളോടല്ലേ ബൈത്തുൽ മാലിൽ അടക്കാൻ പറയുന്നത്? സകാത്ത് കമ്മിറ്റി എന്നത് വേറെ സംവിധാനമാണ്. അതിലെ വരവ് ചെലവ് കണക്കുകൾ സുതാര്യമാണ്. അവർ എല്ലാ വർഷവും അത് പുറത്തു വിടാറുമുണ്ട്. അമ്പലക്കടവ് പൈസ എങ്ങളും സുന്നത്ത് ജമാഅത്ത് എന്നും പറഞ്ഞിട്ട് വാങ്ങിയെടുക്കുന്ന ആ ഒരു എമൗണ്ട് ഉണ്ടല്ലോ, അതിൻ്റെ വരവ് ചിലവ് കണക്ക് വരവുക ചിലവുക ഇല്ലക എന്നല്ലേ എങ്ങൾക്കുള്ളത് ഇവർ കൊടുക്കലുണ്ട് എന്നാണ് പറഞ്ഞത്. നോക്കാം നമുക്ക്. സമുദായം കാര്യഗൗരവത്തിലെടുക്കാത്ത ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായ സക്കാത്തിനെ വ്യവസ്ഥാപിതമാക്കുകയാണ് ജമാഅത്ത് ചെയ്തത്. തൂവെള്ള വസ്ത്രം ധരിച്ച് കളവ് പറഞ്ഞ് ആളുകളെ വിഡ്ഢികളാക്കരുത്. ചെയ്യുകയുമില്ല, ചെയ്യുന്ന ആളുകളെ സമ്മതിക്കുകയും ചെയ്യാത്ത ജീവിയാവല്ലേ. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മുകളിലാകണം ദീന്. ഒരു സഹോദരൻ്റെ കമൻ്റാണ്. ആ പേര് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു, അപ്പോൾ പേര് വിട്ടുപോയി. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പോയി കഴിഞ്ഞാൽ ആ കമൻ്റൊക്കെ കാണാൻ കഴിയും. അപ്പോൾ അവർ സുതാര്യമായിക്കൊണ്ടും വ്യവസ്ഥാപിതമായിക്കൊണ്ടും വരവ് ചിലവ് കണക്കുകൾ പുറത്തു വിട്ടുകൊണ്ടും ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നല്ല. അവർ അവരുടെ ആളുകളിൽ നിന്ന് പിരിക്കുകയോ കൊടുക്കുകയോ ചെയ്യട്ടെ. അമ്പലക്കടവ് പൈസയെ നിങ്ങൾ എന്തിനാണ് ഈ കുരുപൊട്ടി ഒലിക്കുന്നത്? നിങ്ങൾ ചെലവുക വരവുക ഇത് രണ്ടും കാണിക്കാതെ ഇല്ലക കാണിച്ചുകൊണ്ട് നടക്കുന്ന ആ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കി നിങ്ങളെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ട് വരും ആദ്യം എന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. പ്രിയമുള്ളവരെ, അവസാനമായി കൊണ്ട് പറയുന്നു, റമദാൻ വരികയാണ്. അവരുടെ സമ്പത്തിൽ നിന്ന് കണക്ക് നിശ്ചയിച്ചുകൊണ്ട് ആ ഓഹരി തങ്ങളുടേതല്ലാത്ത നിർധനരായ അള്ളാഹു എണ്ണിപ്പറഞ്ഞ 8 വിഭാഗത്തിൽപ്പെട്ട ആളുകളിലേക്ക് അതെത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സമൂഹത്തിൽ നമുക്കിടയിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, സംഘടനകളുണ്ട്. അതുപോലെ തന്നെ മറ്റു പല രീതിയിലും നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ട ആളുകളുണ്ട്. അപ്പോൾ സക്കാത്ത് അത് അർഹരിലേക്ക്
നിങ്ങളുടെ സക്കാത്ത് എത്തുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുകൂടി ഈ സമയത്ത് ഓർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.